ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച അബ്ദുൽ നാസർ മഅദനി ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിൽ നിന്ന് തിരിക്കുന്ന മഅദനി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഇറങ്ങുക. റോഡ് മാർഗം കൊല്ലം അൻവാർശേരിയിൽ കഴിയും. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും മാതാപിതാക്കളെ കാണാനുമായി 19 വരെ നാട്ടിൽ തങ്ങാനാണ് സുപ്രീംകോടതി അനുമതി നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിൽ നിന്നുള്ള എയർ ഏഷ്യ വിമാനത്തിലാകും മഅദനി നെടുമ്പാശ്ശേരിയിലേക്ക് തിരിക്കുക. 3:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരിച്ച് റോഡ് മാർഗം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 9 മണിയോടെ അൻവാർശേരിയിലെത്താനാകുമെന്നാണ് കരുതുന്നത്. ഈ മാസം 9 കണ്ണൂർ തലശ്ശേരിയിൽ വെച്ചാണ് മകന്റെ വിവാഹം. 11 കൊല്ലം ടൌൺ ഹാളിൽ വെച്ച് വിവാഹ സൽക്കാരവും ഒരുക്കിയിട്ടുണ്ട്. 19 വരെ മഅദനി കേരളത്തിലുണ്ടാകും. മഅദനിയുടെ സുരക്ഷയ്ക്കായി കർണാടകയിൽ നിന്നുള്ള 19 പോലീസുകാരും ഇവരെ അനുഗമിക്കുന്നുണ്ട്. പോലീസുകാരുടെ ചെലവിനായി 1.18 ലക്ഷം രൂപ കർണാടക സർക്കാരിന് മഅദനി നൽകണം. കേരളത്തിലുള്ള കൂടുതൽ ദിവസവും അൻവാർശേരിയിലാകും മഅദനി തങ്ങുക. 1 വർഷത്തിനു ശേഷം മഅദനി എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് അൻവാർശേരിയിലെ അന്തേവാസികൾ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇവിടെ എല്ലാ അർത്ഥത്തിലും കുട്ടികൾ മാനസികമായി തയ്യാറെടുക്കുകയും അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ദഫ്മുട്ടി വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കുകയും അതുപോലെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ബാച്ചുകളായി നിശ്ചയിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള പോലീസിന്റെ പ്രത്യേക സുരക്ഷയും മഅദനിക്ക് ഒരുക്കിയിട്ടുണ്ട്. രോഗബാധിതയായ മാതാവിനെ കാണാനായിരുന്നു 1 വർഷം മുൻപ് കോടതി അനുമതിയോടെ മഅദനി നാട്ടിലെത്തിയത്. ന്യൂസ് 18 കൊല്ലം.